നമസ്കാരം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരായുള്ള അന്വേഷണം സൈബർ സെൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. ഇയാൾ അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി ഗേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആൺ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാനും യാത്രകൾ ചെയ്യുവാനുമുള്ള താല്പര്യം കാരണമാണ് ഉണ്ണികൃഷ്ണൻ ഭാര്യ ഗ്രീമയെ ബോധപൂർവ്വം ഒഴിവാക്കിയിരുന്നതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. PhD പരീക്ഷയുടെ തിരക്കാണെന്നും വിശ്വസിപ്പിച്ചുകൊണ്ട് ഗ്രീമയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഇയാൾ അകലം പാലിച്ചിരുന്നതായും സൈബർ പരിശോധനയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന്റെ ഫോണിലെ ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ വീണ്ടെടുക്കുവാനും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുവാനുമാണ് സൈബർ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളെയും വരും ദിനങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്തേക്കും. കമലേശ്വരം കേസിൽ ഗ്രീമയും അമ്മ സജിതയും സൈനൈഡ് എങ്ങനെ കൈക്കലാക്കി എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം പിതാവ് മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന N. രാജീവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ വീട്ടിൽ സൈനൈഡ് വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. 3 മാസം മുൻപായിരുന്നു രാജീവ് മരിച്ചത്. സ്വർണത്തിന്റെ മാറ്റ് പരിശോധിക്കുവാനും പോളിഷ് ചെയ്യുവാനും സൈനൈഡ് ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഗ്രീമയോ കുടുംബമോ മുമ്പ് സ്വർണ്ണ ഇടപാടുകൾ നടത്തിയിരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് ശേഖരിച്ചതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുക. സൈബർ സെൽ ഗ്രീമയുടെയും സജിതയുടെയും ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. സൈനൈഡ് ലഭിക്കുവാൻ ആരെങ്കിലുമായി ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാകും. പ്രതിയായ ഉണ്ണികൃഷ്ണൻ ഐറിഷ് പൗരത്വത്തിന് ശ്രമിച്ചിരുന്നതായും ഗ്രീമയെ വിവാഹമോചനം ചെയ്യുവാൻ നീക്കം നടത്തിയിരുന്നതായും ഒക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കുടുംബത്തിൽ ആരും ജീവനോടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈനൈഡ് വാങ്ങിയത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. പിതാവുള്ള സമയത്ത് തന്നെ സൈനൈഡ് വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്ന് ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർ സ്വർണ്ണ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങൾ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. 3 പേരുടെ ഫോൺ രേഖകളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ അവഗണനയിൽ മറന്നൊന്നാണ് ഇവർ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മുംബൈയിൽ നിന്ന് പിടികൂടിയ ഉണ്ണികൃഷ്ണൻ റിമാൻഡിലാണ്. ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചിരുന്നതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മുംബൈയിലെ അന്ധേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ഉണ്ണികൃഷ്ണനെ ശനിയാഴ്ച രാത്രിയോടെ പൂന്തുറ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. എന്നാൽ ആരോപണങ്ങൾ തെറ്റാണെന്നും ഗ്രീമയുടെയും തന്റെ സഹോദരന്റെയും സ്വകാര്യതയിലേക്ക് ഗ്രീമയുടെ അമ്മ ഇടപെട്ടതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നുമാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരനായ ചന്തു പ്രതികരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഗ്രീമ അമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചതും. ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തുമ്പോൾ വൈകിട്ട് വരെ വീട്ടിൽ നിന്ന ശേഷം രാത്രി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകുന്നതാണ് രീതി. ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അഭിഭാഷകരെ കണ്ട് ജോയിന്റ് പെറ്റീഷൻ നൽകിയിരുന്നുവെന്നും ചന്ദ് പറയുന്നുണ്ട്. 6 വർഷം മുമ്പ് വിവാഹിതരായ ഗ്രീമയും ഉണ്ണികൃഷ്ണനും കുറച്ചു നാളുകൾ മാത്രമേ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. പിന്നീട് ഇവർ അകന്നാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ഗ്രീമയുടെ പിതാവ് പെട്ടെന്ന് ഹൃദ്രോഗം മൂലം മരിച്ചത്. എന്നാൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇതോടെ കടുത്ത മാനസിക വിഷമത്തിലായ ഗ്രീമയും അമ്മയും അടുത്തിടെ ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയപ്പോൾ പോയി കണ്ട് സംസാരിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് പ്രതികൂലമായ പ്രതികരണം ഉണ്ടായതോടെയാണ് ഇവർ വീട്ടിൽ തിരികെ എത്തി ജീവനൊടുക്കുവാൻ തീരുമാനിച്ചത്. വീടിനുള്ളിൽ ഹാളിലെ സോഫയിൽ കൈകൾ ചേർത്ത് പിടിച്ച നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണന്റെ അവഗണനയും മാനസിക പീഡനവും മൂലമാണ് ജീവനൊടുക്കിയത് എന്നാണ് ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയുവാനുള്ള ആഗ്രഹമാണ് ഇത്തരത്തിൽ ഗ്രീമയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കുവാൻ ഈ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതെന്ന കാരണങ്ങളാണ് ബന്ധുക്കളടക്കം പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ അംഗമായതിന്റെയും അവരുമായി സൗഹൃദം സ്ഥാപിച്ചതിന്റെയും അടക്കം തെളിവുകളാണ് ഗ്രീമയുടെ ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഭർത്താവ് കൂടെ കൂട്ടുമെന്ന് വിശ്വസിച്ച് ഗ്രീമ 5 വർഷം കടുത്ത അവഗണന നേരിട്ടിട്ടും ഒരിക്കലും വിവാഹബന്ധം വേർപെടുത്തുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. ഇയാൾ PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ബോധപൂർവ്വം അകലം പാലിച്ചുവെന്നും ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് കഴിയുവാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന്റെ പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാകാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നതാണ് വിവരം. ഭാര്യാപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും ഇയാൾ വിളിക്കുവാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. എന്നാൽ ഉണ്ണികൃഷ്ണൻ തെറ്റുകാരനല്ലെന്നും പ്രശ്നങ്ങൾക്ക് കാരണം ഗ്രീമയുടെ അമ്മയാണെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കൗൺസിലിംഗ് നടത്തിയിട്ടും ഫലമുണ്ടായില്ല എന്നും പറയുന്നു.
ഭർത്താവിന്റെ അവിഹിതം ഒരു സ്ത്രീക്ക് എത്രമാത്രം വേദനാജനകമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് അവിഹിതം ഒരു പരപുരുഷനുമായാണ് എന്ന് വരികയാണെങ്കിൽ, അതൊരു സ്വവർഗ അനുരാഗമാണ് എന്ന് വരികയാണെങ്കിൽ, സ്ത്രീ എന്ന രീതിയിലുള്ള അതിന്റെ എല്ലാ വേദനയും പെൺമക്കൾക്ക് നേരെയുള്ള ഒരു അവമതിപ്പായി സാധാരണ മനുഷ്യർ ചിന്തിക്കും. ഒരു പക്ഷേ മരണവീട്ടിൽ സജിത തലകറങ്ങി വീണതുപോലും താൻ ഒരു ഗേ ആണെന്ന വിവരം ഇയാൾ പറഞ്ഞതുകൊണ്ട് തന്നെയാകാം. എന്നാൽ ഉണ്ണികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ നാട്ടിലെ പല സുഹൃത്തുക്കളും പോസ്റ്റുകൾ പങ്കിടുന്നുണ്ട്. അതിലൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മനഃപൂർവ്വമായി ഗ്രീമയ്ക്കും അമ്മയ്ക്കും ആത്മഹത്യാ പ്രവണത ഉള്ളതായിട്ട് കാണിക്കുന്നത് പോലുള്ള ഒരു പോസ്റ്റുകളൊക്കെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. എല്ലാവരും അറിയുന്നത് പോലെ താനും ആ വാർത്ത ഞെട്ടലോടെയാണ് അറിഞ്ഞത്. ഉണ്ണിയുടെ ഭാര്യയും അമ്മായിയും ആത്മഹത്യ ചെയ്തു എന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷേ അവർക്ക് അതൊരു ലഹരിയായിരുന്നു എന്നാണ് എന്റെ പക്ഷം. കാരണങ്ങൾ ഞാൻ ചുവടെ പറയുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. വളരെ കുറച്ചു നാളുകൾ മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്. അവരുടെ കൂടെ ജീവിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുക. പക്ഷേ ഉണ്ണിയുടെ ജീവിതത്തിൽ നടന്നത് മറിച്ചായിരുന്നു. ഗ്രീമ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടെ. ഇതൊന്നും സഹിക്കുവാൻ ഒരു ഭർത്താവിനും സാധിക്കില്ല. മറിച്ചാണെങ്കിലും മറ്റൊരു കാര്യം, ഗ്രീമ പലപ്പോഴും ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വിഷമത്തോടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നു. ഇതൊക്കെ സഹിച്ച ഉണ്ണി മാത്രമാണ്. ഇവർക്ക് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കണ്ട ഉണ്ണി ഒരു കൗൺസിലിംഗ് നടത്തുവാൻ തീരുമാനിച്ചു. ഗ്രീമയുടെ അച്ഛനും അമ്മയും പറഞ്ഞ ആശുപത്രികളിൽ കൊണ്ടുപോയി. ഗ്രീമയെ കൗൺസിൽ ചെയ്ത 2 കൗൺസിലർ ഈ വിവാഹ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന് കാരണമായി അവർ കണ്ടത് ഗ്രീമയുടെ ഇമ്മച്യൂരിറ്റിയാണ്. ഇനി സാമ്പത്തികമാണ് ഉദ്ദേശിച്ചതെങ്കിൽ തെറ്റി. അവർ കൊടുത്ത 200 പവൻ സ്വർണവും അവരുടെ ബാങ്ക് ലോക്കറിൽ തന്നെയാണ് സൂക്ഷിച്ചതെന്ന്. ഇതിൽ നിന്ന് ഒരു തരി പോലും സ്വർണം പോലും ഉണ്ണി എടുത്തിട്ടുമില്ല. ഈ പറയുന്ന ഉണ്ണിയും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ അംഗമാണ്. ഇതിനൊക്കെ പുറമെ 2024 SNDP ശാഖയ്ക്ക് ഉണ്ണി കുടുംബവും പരാതി കൊടുക്കുകയും ചെയ്തു. അതിലൊന്നും തീരുമാനമായില്ല. കാരണം ഗ്രീമയും അച്ഛനും അതിന് തടസ്സം നിന്നു. സമ്പത്തിന് വേണ്ടി ആരെയും ടോർച്ചർ ചെയ്യേണ്ട ആവശ്യം ഉണ്ണിക്കുണ്ടെന്ന് താൻ കരുതുന്നില്ല. ഇത് മുഴുവൻ വായിക്കുന്നവർക്ക് തോന്നാം എന്തുകൊണ്ട് നിയമപരമായി പോയില്ല എന്ന്. ഇവരുടെ ജീവിതം തന്നെയാണ് അതിന് ഉദാഹരണം. ആത്മഹത്യാ ഭീഷണി. ഉണ്ണി രാജ്യത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത്. അതിന് തടസ്സം വരരുത്. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തിയിരുന്ന, വിദ്യാഭ്യാസത്തിന് അത്രയും വില നൽകിയിരുന്ന ഉണ്ണി തന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുമെന്ന് കരുതി ഭീഷണിയിൽ വഴങ്ങിയാണ് കേസ് ഫയൽ ചെയ്യാതിരുന്നത്. വിവാഹം കഴിഞ്ഞാൽ ആണിനെയോ പെണ്ണിനെയോ വീട്ടുകാരുടെ പപ്പറ്റാക്കുവാൻ ശ്രമിക്കുന്ന ഓരോ രക്ഷകർത്താക്കളുമുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ ദുഃഖിപ്പിക്കുന്ന വാർത്ത. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സയനൈഡ് കൊണ്ടാണ് നടന്നതെന്ന്. ഇങ്ങനെ നടക്കുന്ന ഒരു കുടുംബത്തോടൊപ്പം എങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നത്? ആത്മഹത്യാക്കുറിപ്പ് ആ പെൺകുട്ടി കുടുംബ ഗ്രൂപ്പിലും ഏതാനും വേണ്ടപ്പെട്ടവർക്കും അയച്ചതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ആ കുറിപ്പ് സമീപവാസികളായ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുമുള്ളതാണ്. മുഴുവൻ സ്വർണവും തന്റെ കൈവശമുണ്ടെന്ന് ആ പെൺകുട്ടി അതിൽ തന്നെ പറയുന്നുണ്ട്. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളോടും തനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ പറയുന്ന ആൺകുട്ടികൾക്ക് അമ്മയും സഹോദരങ്ങളും ഉണ്ടെന്നും കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പയ്യൻ പെൺകുട്ടിയുടെ മാത്രം അവകാശപ്പെട്ടതായി തീരുന്നില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഉണ്ണിയുടെ ബന്ധുക്കൾ പലതവണ ഗ്രീമയുടെ മാതാപിതാക്കളോടും മാമന്മാരോടും ഇക്കാര്യം സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ചതുമൊക്കെയാണ്. എന്നാൽ ഈ പെൺകുട്ടിയും മാതാവും യാതൊരു വിധത്തിലും സഹകരിക്കാതിരുന്നതാണ് ഇതിന്റെ യഥാർത്ഥ കാരണമായി തീർന്നത്. ഉണ്ണിയുടേത് ഒരു കൂട്ടുകുടുംബമാണ്. ആ വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന മറ്റു മരുമക്കൾക്ക് ഒന്നും തന്നെ മറ്റൊരു പരാതിയോ ഒന്നുമുള്ളതായി ഞങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല എന്നായിരുന്നു ആ കുറിപ്പ്.